ഹലോ ഡിയോസ്, വെൽക്കം ടു ദേവൂസ് വേൾഡ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 എല്ലാവർക്കും നന്മയുള്ളതും സമാധാനമുള്ളതും സന്തോഷത്തിൻ്റെയും വർഷമായി മാറട്ടെ കേട്ടോ. രാവിലെ തന്നെ ദേവൂട്ടി നല്ല കലിപ്പിലാട്ടോ. എണീറ്റ് വരുമ്പോൾ തന്നെ ആൾ ഭയങ്കര ദേഷ്യത്തിലും കലിപ്പിലാണ് വന്നിരിക്കണം. പിന്നെ കുറച്ച് നേരം എന്നും അവളുടെ കൂടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കണം. അത് അവൾക്ക് പതിവുള്ള കാര്യമാണ്. കുറച്ച് നേരം കൊഞ്ചിക്കൊക്കെ വേണം. അത് എപ്പോഴുള്ള വാശി. പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുക കേട്ടോ. രാവിലെ എണീറ്റ് കാവലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആൾക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷത്തിലാണ് നിൽക്കണം ദേവുട്ടി. ആദ്യം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ തൊഴാൻ പോയത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രമാണിത്. അവിടെ തൊഴുത ശേഷം ഞങ്ങൾ മുളഞ്ഞൂർ കാവിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു അമ്പലമാണ് മുളഞ്ഞൂർക്കാവും ആ വിഷ്ണു ക്ഷേത്രം. വളരെ വനത്തിനുള്ളിൽ കാടിന് നടുവിലായി സ്ഥിതി ചെയ്യുന്നതാണ് മുളഞ്ഞൂർ ക്ഷേത്രം. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു അമ്പലമാണിത്. അവിടെ പോകുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണുള്ളത്. എനിക്ക് എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് കിട്ടാറുള്ളത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്പലമാണ്. ദേവുട്ടിയും അച്ഛനും നല്ല കൂട്ടാട്ടോ. എപ്പോഴും കൂടുതൽ ടൈമും ദേവുട്ടി അച്ഛൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ മുളഞ്ഞൂർ കാവിലെത്തി. ഇതൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ. മുളഞ്ഞൂർ ഭഗവതിയുടെ അടുത്ത് കോനുമുത്തി എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ട്. അവിടെ നമ്മൾ കുട്ടികളില്ലാത്തവർക്കും അതുപോലെ വീടില്ലാത്തവർക്ക് വീടിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് വിശ്വാസം. നമ്മൾക്ക് വീട് പ്രാർത്ഥിച്ച് വീടായിക്കഴിഞ്ഞാൽ അവിടെ വീടിൻ്റെ രൂപം പണിയേൽപ്പിച്ച് സമർപ്പിക്കണം എന്നൊക്കെ വിശ്വാസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ദേവൂട്ടിക്ക് കാവിനടുത്തുള്ള കുളം കാണണമെന്ന് നല്ല ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കാവിനോട് ചേർന്നുള്ള കുളം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടോ. ഇന്നൊരു സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം കുളമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.